നമസ്കാരം. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന ബഷീറിന്റെ ഒരു കഥാപാത്രമുണ്ട്. അതായത് മറ്റുള്ളവരുടെ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നടക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ഇവിടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP ചില കളികളൊക്കെ കളിക്കാൻ നോക്കി. അതിനിടയിലൂടെയൊക്കെ ചില പരിപാടികളൊക്കെ നടത്താൻ നോക്കി, ഷോ കാണിക്കാൻ നോക്കി. പക്ഷേ BJP പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും ഒന്നും സമ്മതിച്ചില്ല. കാരണം ഇത് കേന്ദ്ര സർക്കാർ, റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെയാണ്. ഇത് കൊണ്ടുവന്നത് ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ കയറിൽ കെട്ടി ഭരിച്ചുകൊണ്ട് വന്ദേ ഭാരത്, ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് കൊണ്ടുവന്നതാണ് തുടങ്ങിയ ചില ലൊടുക്ക് ന്യായങ്ങളൊക്കെ ഇദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു എന്ന് കേട്ടു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു പ്രതികരണമാണ് MP-ക്ക് നേരെ ഉണ്ടായത്. എട്ടുകാലി മമ്മൂഞ്ഞ് ചമയാൻ ശ്രമിച്ച VK ശ്രീകണ്ഠനെ ശരിക്കും പഞ്ഞിക്കിടുകയായിരുന്നു BJP യുവമോർച്ച പ്രവർത്തകർ ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷ കണ്ടാൽ, ആ വിഷ്വൽ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിക്കുന്നുണ്ട്. ശരീരഭാഷ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആകെ ചമ്മി നാറി കുളവായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് VK ശ്രീകണ്ഠൻ MP. ഈ VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ഒരു MP ഉണ്ട് എന്ന് ഇതുപോലെയുള്ള ചില വാർത്തകൾ, പാലക്കാട് MP ആണ്, ഇതുപോലെയുള്ള ചില വാർത്തകളും ചില എട്ടുകാലി മമ്മൂഞ്ഞ് ഷോകളും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഇദ്ദേഹം പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തിയതായിട്ടോ പാർലമെന്റിൽ എന്തെങ്കിലും പറഞ്ഞതായിട്ടോ പാലക്കാടിന് വേണ്ടി പാർലമെന്റിൽ സംസാരിച്ചതായിട്ടോ ഒന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല. കോൺഗ്രസിന്റെ പ്രശ്നം, ഇയാൾ പണ്ട് CPM-ൽ ചേരാൻ പോയ വ്യക്തിയാണ്. ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്ന് പിന്നെയും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് MP ആക്കുകയായിരുന്നു ചെയ്തത്. പാലക്കാട് അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച വ്യക്തിയാണ്, നമ്മളതൊക്കെ അംഗീകരിക്കുന്നു, ജനപ്രതിനിധിയാണ്. പക്ഷേ ഈ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നു. ഇപ്പം കേരളത്തിൽ LDF സർക്കാർ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാത്തിലും അവനവന്റെ ഫ്ലക്സും ബോർഡും മന്ത്രിയുടെ പടവും ഒക്കെ വെക്കും. എന്നിട്ട് താഴെ ചെറുതായിട്ട് പ്രധാനമന്ത്രിയുടെ പടവും ഇന്ത്യ ഗവൺമെന്റിന്റെ ചിഹ്നവും ആ പദ്ധതിയുടെ പേരും ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചു വെക്കും. അത് നടക്കില്ല എന്നാണ് ഈ PM ശ്രീ പദ്ധതി, അതുപോലെ തന്നെ ഈ ആയുഷ് ആരോഗ്യമന്ത്രി പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത്. അപ്പം PR വർക്ക് അവനവന്റെ പരിപാടി മാത്രമല്ല, ഇന്ത്യ ഗവൺമെന്റിനും അത്യാവശ്യം PR വർക്കൊക്കെ നടത്താനുള്ള അവകാശമുണ്ട്, ചെയ്യുകയും ചെയ്യും. ഇനി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഞാനാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കാർഡും ഫ്ലക്സും ബുക്ക്ലെറ്റും ഒക്കെ അടിച്ചിറക്കുമായിരിക്കും VK ശ്രീകണ്ഠൻ. ആയിക്കോട്ടെ, എന്തായാലും എട്ടുകാലി മമ്മൂഞ്ഞിനെ BJP പ്രവർത്തകർ പഞ്ഞിക്കിടുന്ന കാഴ്ച നമുക്ക് ഏതായാലും നമ്മള് ഒരു MP-യെ, ഒരു ജനപ്രതിനിധിയെ പരിഹസിക്കുകയല്ല. പക്ഷേ എട്ടുകാലി മമ്മൂഞ്ഞ് ചമയാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വാഭാവികമായി പരിഹസിക്കപ്പെടും. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിന്, പുതിയ ട്രെയിൻ ബംഗളൂരു എറണാകുളം, എല്ലാ ആശംസകളും നേരുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ച ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒക്കെ തന്നെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കേരളത്തിന്റെ യാത്രാ സൗകര്യങ്ങൾ, അതായത് അതിനൂതനമായ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പം എട്ടുകാലി മമ്മൂഞ്ഞിമാർ ജാഗ്രത, ഇനിയും ട്രെയിനുകൾ വന്നേക്കാം, ഇനിയും പദ്ധതികൾ വന്നേക്കാം. അതിനിടയിലൊക്കെ തന്നെ തലയിട്ട് മമ്മൂഞ്ഞ് ചമയാൻ ശ്രമിച്ചാൽ ആകെ ചീഞ്ഞ് നാറി ചമ്മി പോകത്തേ ഉള്ളൂ എന്നുള്ള കാര്യം അവർ ഒന്ന് മനസ്സിലാക്കണം. അത്രയുള്ളൂ.